ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ പ്രഭാത ഭക്ഷണം കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ പുട്ടിൻ്റെ റെസിപ്പിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒക്കെ വെച്ച് നമ്മൾ ഒരുപാട് പുട്ടുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. എന്നാൽ പച്ചച്ചോളം മിക്സിയിൽ അരച്ച് എപ്പോഴെങ്കിലും പുട്ടുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഈ പുട്ടുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 2 സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ട നമുക്ക് തേങ്ങ വേണം, തേങ്ങയും സ്വീറ്റ് കോണും പിന്നെ റൈസ് പൗഡറും ആണ് നമുക്ക് ഈ പുട്ട് തയ്യാറാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് ഈ സ്വീറ്റ് കോണ് ഒന്ന് ആ ഒരു മണികളൊക്കെ നന്നായിട്ടൊന്ന് അടർത്തിയെടുക്കണവേ. ചോളത്തിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മളിത് കഴിക്കുന്നത് നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ കാഴ്ചശക്തിക്ക് നല്ലതാണ് ഇത് കഴിക്കുന്നത്. ഈ ചോളത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നല്ലതാണ്, ശരീരത്തിൽ ഊർജ്ജം നൽകാൻ സഹായിക്കുവേ. ഈ ഒരു സ്വീറ്റ് കോൺ വെച്ചുണ്ടാക്കുന്ന പുട്ട് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും രാവിലെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ചോളത്തിൽ നല്ലതുപോലെ ഫൈബർ ഉള്ളത് കൊണ്ട് ഇത് കഴിച്ചാൽ പെട്ടെന്ന് വിശക്കത്തില്ലേ. ഇതുപോലെ നമ്മൾ മണികളായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ചോളത്തിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്, ലൈക്കോപ്പിൻ എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ മുഖത്തിലെ ചുളിവുകൾ മാറാനും ചർമ്മം എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കാനും സഹായിക്കുവേ. അതുമാത്രമല്ല നമ്മുടെ ചർമ്മം നല്ല തിളക്കമുള്ളതായിരിക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ചോളം ഒരുപാട് ഹെൽത്തി ഗുണങ്ങളുള്ളതാണ്. ഇതുപോലെ നമ്മളൊരു പുട്ടുണ്ടാക്കി കഴിച്ചാൽ അത്രയും നല്ലതായിരിക്കും. നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് കൊടുക്കാതെ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനും. നമ്മൾ അരച്ചെടുക്കുമ്പോഴും നല്ലപോലെ അരഞ്ഞു പോകരുത്, നല്ല ഫൈൻ പേസ്റ്റ് ആവരുത്. ചെറിയൊരു തരിതരിപ്പിൽ വേണം നമ്മൾ അരച്ചു കൊടുക്കാനും. സ്വീറ്റ് കോൺ ആയതുകൊണ്ട് തന്നെ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട് അതിൽ. അതുകൊണ്ട് നമ്മൾ മിക്സിയുടെ ആ ജാറിൽ ഇട്ട് കൊടുത്ത് അരച്ചാൽ മാത്രം മതി, വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ എടുക്കുന്നത് റൈസ് പൗഡറാണ് എടുക്കുന്നത്. ഞാനിവിടെ ഒരു 1.5 കപ്പോളം റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്. 2 സ്വീറ്റ് കോണും എടുത്തേക്കുന്നത്. അരച്ചത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ കൈ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉപ്പ് എല്ലായിടവും ഒരേപോലെ പിടിച്ചു വരത്തുള്ളൂ. നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളം ഒഴിച്ചു തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ എന്നിട്ട് നല്ലൊരു ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് റൈസ് പൗഡർ എടുത്തതിൽ ഞാൻ ആ ഒഴിച്ച കോണ് കറക്റ്റ് അളവിലാണ് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലേ. രക്തക്കുറവുള്ളവർക്കും അതുപോലെ തന്നെ വിളർച്ചയുള്ളവർക്കൊക്കെ ഈ ഒരു ചോളം ഒരു നല്ലൊരു ഔഷധമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഇരുമ്പ്, വിറ്റാമിൻ B12, ഫോളിക് ആസിഡ് എന്നിവ ശരീരത്തിൽ പുതിയ ഒരു ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കാൻ സഹായിക്കുവേ. അതുകൊണ്ട് ഇത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇത് കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇത് രക്തക്കുറവുള്ളവരൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ ഒരു ചോളപ്പുട്ടുണ്ടാക്കി കഴിച്ചാൽ അത്രയും നല്ലതായിരിക്കും. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഒത്തിരി ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുട്ടിന്. സ്വീറ്റ് കോൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പുട്ടിന് ഒരു മധുരവും കാണും. ആ തേങ്ങയുടെ മധുരവും ആ തേങ്ങയുടെ ടേസ്റ്റും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് കറികളും ആവശ്യം വരുന്നില്ല ഈ ഒരു പുട്ടിന്. ചോളം നമ്മുടെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. ചോളത്തിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഒത്തിരി സഹായിക്കും. ഇത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നല്ലതാണ്. ഈ പച്ച ചോളത്തിലുള്ളത് നാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടില്ലേ. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവർക്ക് രാവിലെ മിതമായ അളവിൽ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ വിഭവമാണ് ഇത്. അങ്ങനെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത് നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആവിയേറ്റി പുട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യുവേ. അതിനായിട്ടാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ മാവിൽ കട്ടയുണ്ടെങ്കിൽ അതും പൊടിഞ്ഞു കിട്ടും. ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ കുറച്ച് കോണും ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമില്ല, ഒരു ഭംഗിക്കാണ് ഞാൻ ഇതുപോലെ ഒരു കോണും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതൊരു രസമാണ് അത് കാണാനായിട്ടും. എന്നിട്ട് നമുക്ക് പുട്ടിൻ്റെ മാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തത് ചിരട്ടപ്പുട്ടിൻ്റെ അച്ചാണ്. അതിലേക്കാണ് ഞാൻ ഈ ഒരു പുട്ടിൻ്റെ മാവ് ചേർത്ത് കൊടുക്കുന്നത്. വെറുതെ ഒരു പുട്ടുണ്ടായി കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു ഹെൽത്തി പുട്ടുണ്ടായി കഴിക്കുന്നത്.
ഗർഭിണികളായ സ്ത്രീകൾ തീർച്ചയായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഈ ഒരു പച്ചച്ചോളം. കാരണം ഇതിൽ ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഈ ചോളം പുഴുങ്ങി കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഈ ചോളത്തിൽ വിറ്റാമിൻ B1 ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ രാവിലെ ഇതൊക്കെ നൽകുന്നത് നല്ലതായിരിക്കുമേ. അവർക്ക് ഏകാഗ്രത കിട്ടാനും ഇതൊക്കെ സഹായിക്കുമേ. അങ്ങനെ സ്വീറ്റ് കോൺ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മഞ്ഞ നിറത്തിൽ തന്നെ നമുക്ക് കിട്ടുക ഈ പുട്ട്. നമ്മൾ ഈ പുട്ടിൻ്റെ മാവ് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുവേ. നല്ല സോഫ്റ്റ് ചോളപ്പുട്ടാണേ. ചോളത്തിൻ്റെ ആ ഒരു ചെറിയൊരു മധുരം ഉള്ളത് കൊണ്ട് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് വെറുതെ നമുക്ക് കഴിക്കാൻ നല്ല രുചിയാണ്. കുട്ടികൾക്ക് ഇത് ചായയുടെ കൂടെയൊക്കെ കൊടുത്താൽ അവർ കഴിക്കുകയൊക്കെ ചെയ്യുവേ. അത്രയും ടേസ്റ്റാണ്. പ്രായം ചെന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഇത്. എല്ലിനുണ്ടാകുന്ന ബലക്കുറവ്, ഈ ചോളത്തിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ്, മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവ ഇതിൽ സഹായിക്കുന്നുണ്ട്. ഇത് എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യം നിലനിർത്താൻ നല്ലതാണ്. ഈ ഒരു പുട്ട് കഴിക്കുമ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ നല്ല ക്ഷീണവും തളർച്ചയൊക്കെ തോന്നാറുണ്ട്. അന്നേരം ചോളത്തിൻ്റെ ഒരു നാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടുവേ. ദിവസം മുഴുവനും നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ ഇത് സഹായിക്കുവേ. അന്നേരം നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഇത്. അങ്ങനെ ബാക്കി മാവിൽ ഞാനിവിടെ സ്വീറ്റ് കോൺ പുട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയാണെന്നറിയാമോ. നമ്മളെ കോണ് മഞ്ഞ കളറായത് കൊണ്ട് തന്നെ നമ്മൾ പുട്ടും അതേ കളറിൽ തന്നെ കിട്ടുവേ. കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരിത് കാണുമ്പോൾ കഴിക്കുകയും ചെയ്യുവേ. എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഈ വെറൈറ്റി പുട്ട് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി കാണാം.